ഡിയർ സ്റ്റുഡൻസ്, ഇത് സെക്കൻഡ് മൊഡ്യൂളിലെ അടുത്ത ടോപ്പിക്കാണ് മീൻ എർഗോദിക് തിയറം. അപ്പം ഫസ്റ്റ് ആ ടോപ്പിക്ക് ശരിക്കും മനസ്സിലായാൽ മാത്രമേ ഈ സെക്കൻഡ് ടോപ്പിക്ക് മനസ്സിലാകത്തുള്ളൂ. സോ ഇഫ് എക്സ് ഓഫ് ടി ഈസ് എ റാൻഡം പ്രോസസ് വിത്ത് കോൺസ്റ്റൻറ്റ് മീൻ മ്യൂ ആൻഡ് ഇഫ് എക്സ് ടി ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചതാണ്. എക്സ് ടി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീൻ ടൈം ആവറേജ്. ആ മീൻ ടൈം ആവറേജ് ഇതാണെങ്കിൽ 1/2t ഇൻ്റഗ്രൽ -2t എക്സ് ഓഫ് ടി ഡി ടി. ദെൻ എക്സ് ഓഫ് ടി that is given random process is said to be mean ergodic if limit t tends to infinity variance of xt bar equal to 0. അതായത് നമ്മൾ ഈ എക്സ് ടി ബാർ ഇതുകൊണ്ട് ഇത് വെച്ച് കണ്ടുപിടിക്കും. ഈ ഒരു ഫോർമുല വെച്ച് എക്സ് ടി ബാർ കണ്ടുപിടിക്കും. അതിൻ്റെ വേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കും. വേരിയൻസ് കണ്ടുപിടിച്ചിട്ട് അതിൽ ടി ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ ആ ഒരു വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് 0 കിട്ടുവാണെങ്കിൽ ദിസ് എക്സ് ഓഫ് ടി ഈസ് മീൻ എർഗോദിക്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എ റാൻഡം ബൈനറി ട്രാൻസ്മിഷൻ പ്രോസസ് എക്സ് ടി ഈസ് WSS പ്രോസസ് with zero mean and autocorrelation function r of tau is equal to 1 minus mod tau divided by t, where t is a constant. Find the variance of time average of x of t. Find variance of the time average of x of t. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ടി ബാറിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കേണ്ടത്. വേരിയൻസ് ഓഫ് ടൈം ആവറേജ് എക്സ് ടി ആൻഡ് ഓൾസോ മീൻ, അതിൻ്റെ മീൻ കണ്ടുപിടിക്കണം ഓവർ 0t, ഓവർ ദ ഓപ്പൺ ഇൻ്റർവൽ 0t ഈസ് എക്സ് ഓഫ് ടി ഈസ് മീൻ എർഗോദിക്. അത് എക്സ് ഓഫ് ടി എന്നുള്ള മീൻ എർഗോദിക് ആണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. അതായത് അതിൻ്റെ എക്സ് ടി ബാറിൻ്റെ വേരിയൻസ് ആസ് ടി ടെൻസ് ടു 0 നമുക്കത് ഇടണം. 0 കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി സെറ്റ് ടു ബി മീൻ എർഗോദിക്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ നേരത്തെ തന്നെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. പക്ഷേ അതൊന്നും അങ്ങോട്ട് പോകണ്ട, അത്ര ഡീപ്പായിട്ടൊന്നും പോകണ്ട. ഒരു 3 കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്യണം. അതായത് ഈ മീൻ എർഗോദിക്, ഒരു എക്സ് ഓഫ് ടി, ഒരു റാൻഡം പ്രോസസ് മീൻ എർഗോദിക് ആകണമെങ്കിൽ അതിൻ്റെ സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ഈ കാണുന്നത്. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി വേരിയൻസ് എക്സ് ടി ബാർ ഇക്വൽ ടു 0. നമ്മൾ നേരത്തെ അത് പറഞ്ഞാണ്. അതിൻ്റെ വേരിയൻസ് എക്സ് ടി ബാറിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കുക. വേരിയൻസിൻ്റെ ടി ടെൻസ് ടു ഇൻഫിനിറ്റി 0 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സഫിഷ്യൻ കണ്ടീഷനായി. അപ്പോൾ സഫിഷ്യൻ കണ്ടീഷൻ മാത്രം അവിടെ ചെക്ക് ചെയ്താൽ മതി. രണ്ടാമത്തത് നമുക്ക് ഒരു ഫോർമുല പഠിക്കണം. അതായത് എക്സ് ടി ബാറിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 1/T ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2t 1 മൈനസ് മോഡ് ടോ ബൈ 2t ഇൻറ്റു CX ഓഫ് ടോ ഡി ടോ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ നമ്മളത് പഠിക്കണം. പഠിച്ചിട്ട് ഇത് നമ്മൾ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എക്സ് ടി ബാറിൻ്റെ വേരിയൻസ്, അതായത് മീൻ ടൈം ആവറേജിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഈ ഫോർമുല നമ്മൾ കാണാതെ പഠിക്കണം. പഠിച്ചിട്ട് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് 1 മൈനസ് മോഡ് ടോ ബൈ 2t എന്നുള്ള ക്വാണ്ടിറ്റിയാണ്. ദെൻ ഇൻറ്റു CX ഓഫ് ടോ. ഇവിടെ അതായത് ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അതായത് ഈ മീൻ ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ CX ഓഫ് ടോയും RSX ഓഫ് ടോയും ഈക്വൽ ആയിരിക്കും. അതായത് ഈ RSX ഓഫ് ടോയ്ക്ക് പകരം ഈ CX ഓഫ് ടോയ്ക്ക് പകരം ഈ ഓട്ടോ കോറിലേഷൻ്റെ ആ വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ വേരിയൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതിൻ്റെ വേറെ CX ഓഫ് ടോ എന്നുള്ളത് വേറെ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല യൂസ് ചെയ്യേണ്ട, ഇത് ജസ്റ്റ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പം നിങ്ങൾ ഈ CX ഓഫ് ടോ എന്നുള്ളത് വേറെ ഒരു ഫോർമുല വെച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അത്ര ഡീപ്പായിട്ട് അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ഇതിനകത്തില്ല, ഈ നിങ്ങളെ സിലബസിൽ അത് പഠിക്കാനില്ല. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ റാൻഡം ബൈനറി ട്രാൻസ്മിഷൻ പ്രോസസ് എക്സ് ഓഫ് ടി ഈസ് എ WSS പ്രോസസ് വിത്ത് സീറോ മീൻ തന്നിട്ടുണ്ട്. ഈ 0 മീൻ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ആണ് 0 എന്ന് പറയുന്നത്. 0 ആൻഡ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതായത് RXX ഓഫ് ടോ തന്നിട്ടുണ്ട്. അത് 1 മൈനസ് മോഡ് ടോ ബൈ ടി ആണ്. ഫൈൻഡ് ദ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തേ ഉള്ളൂ.
ഓഫ് ദ ടൈം ആവറേജ്, അതായത് വേരിയൻസ് ഓഫ് ടൈം ആവറേജ് കണ്ടുപിടിക്കണം. അത് ആൻഡ് ഓൾസോ മീൻ, അതിൻ്റെ മീൻ കണ്ടുപിടിക്കണം. ഓർ 0t മീൻ കണ്ടുപിടിക്കണം. എന്നിട്ട് ക്വസ്റ്റ്യൻ ആണ് എക്സ് ഓഫ് ടി എന്നുള്ളത് മീൻ എർഗോത്തിക്കാണെന്ന് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് RxX(τ), അതായത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 1 - mod τ by t. ദെൻ നമുക്ക് ഇതിൻ്റെ പിന്നെ എക്സ് ടി ബാറിൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുന്നു. എക്സ് ടി ബാറിൻ്റെ മീനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സോ എക്സ്പെക്റ്റേഷൻ ഓഫ് അതിൻ്റെ എക്സ് ടി ബാർ എന്ന് പറയുന്നത് 1/2t -t/-t എക്സ് ഓഫ് ടി ഡി ടി. അതിന് നമ്മൾ എന്താണ്, ഇത് ലീനിയർ ഫംഗ്ഷൻ ആണ്. ദിസ് ഈസ് ദ ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് 1/2t എന്നുള്ളത്, നമ്മൾ ഇത് ടി കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ സ്മോൾ ടി ആണ്, ഇവിടെ വേരിയബിൾ പിന്നെ എന്താ പറയുക ഡി ടി ആണ്, ഇവിടെ ഡി സ്മോൾ ടി ആണ്, ഇവിടെ ഇൻ്റഗ്രൻ്റാണ് വരുന്നത്. അതുകൊണ്ട് 1/2t കോൺസ്റ്റൻ്റ് ആയിരിക്കും. 2 ഇൻറ്റു ഇൻ്റഗ്രൽ -t to t എന്ന് പറഞ്ഞാൽ 2 നമ്മൾ എക്സ് ഓഫ് ടി ഒരു പിന്നെ ഒരു നമുക്ക് ഈ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to T ഇ ഓഫ് എക്സ് ഓഫ് ടി ഡി ടി. സോ ഇ ഓഫ് എക്സ് ഓഫ് ടി ഡി ടി എന്നുള്ളത് 0 ആണ്. അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, എങ്കിലും അപ്ലൈ ചെയ്തതേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സ്പെക്റ്റേഷൻ നമ്മൾ ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു അത് 0 ആയതുകൊണ്ട് ആൻസർ 0 കിട്ടി. എന്തിൻ്റെ ആൻസർ? എക്സ് ടി ബാറിൻ്റെ, അതായത് ടൈം മീൻ ടൈം ആവറേജിൻ്റെ മീൻ, അതായത് എക്സ്പെക്റ്റേഷൻ എന്ത് കിട്ടി, അത് നമുക്കത് 0 കിട്ടി. നമുക്ക് വേരിയൻസിൻ്റെ ഫോർമുല നമുക്കറിയാം. ദിസ് ഇസ് ദ ഫോർമുല ഫോർ ദ വേരിയൻസ്. സോ 1/t integrals -t to +t 1 - mod τ divided by t cx of τ. നമുക്ക് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്നുള്ളത് 0 നമുക്ക് അത് തന്നിട്ടുണ്ട്. സോ നമുക്കൊരു നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അങ്ങനെ മീൻ 0 ആണെങ്കിൽ സി എക്സ് ഓഫ് ടോയും RSX ഓഫ് ടോയും സെയിം ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ഇവിടുത്തെ സി എക്സ് ഓഫ് ടോയ്ക്ക് പകരം നമ്മൾ ഓട്ടോ കോറിലേഷൻ്റെ ഫംഗ്ഷൻ നമുക്കത് അത് അതിൻ്റെ പിന്നെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മളത് അപ്ലൈ ചെയ്തിട്ട് അത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1 - mod τ by t ഇൻറ്റു 1 - τ by t ആണ്. അപ്പോൾ ഈ mod τ ഈസ് ഓൾവേസ് എന്താണ്, അതിന് പിന്നെ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ചേഞ്ച് ചെയ്യാം. 0 to τ 1 - τ by t ഇൻറ്റു 1 - τ by t എന്ന് എഴുതാം. അതെന്താണ് 1 - τ by t ദ ഹോൾ സ്ക്വയർ ആണ്. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്ത് കണ്ടുപിടിക്കുക, നമുക്കിവിടെ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2/3 എന്നുള്ള റിസൾട്ടാണ്. ഈ 2/3 അതായത് വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി ബാർ എന്ന് പറയുന്നത് 2/3 കിട്ടി. പക്ഷേ ഈ 2/3 എന്നുള്ളത് 0 അല്ല. 2/3 ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ എക്സ് ഓഫ് ടി ഈസ് നോട്ട് എർഗോത്തിക്. അപ്പം എർഗോത്തിക് ആകണമെങ്കിൽ എക്സ് ഓഫ് ടി വേരിയൻസ് ഓഫ് ആസ് ടി ടെൻസ് ടു 0 ആസ് ടി ടെൻസ് ടു 0 വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി എന്നുള്ളത് 0 കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് എർഗോത്തിക് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് ഹിയർ വി ഗെറ്റ് ലിമിറ്റ് t tends to 0, t tends to infinity, variance of xt bar is equal to 2/3. So the given RP is, that is random process, is not ergodic. So this is second question. The same question തന്നെയാണ് ഇവിടെ സി എക്സ് ഓഫ് ടോ ആണ് ഡയറക്റ്റ് തന്നേക്കുന്നത്. സി എക്സ് ഓഫ് ടോ ഡയറക്റ്റ് തരുമ്പം മനസ്സിലാക്കിക്കോണം, ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇത് ഇ ഓഫ് എക്സ് ഓഫ് ടി, അതായത് മീൻ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 എന്ന് മനസ്സിലാക്കിക്കോണം. സോ നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു, ഇത് നമ്മൾ എക്സ്പെക്റ്റേഷൻ എക്സ് ടി ബാറിൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിച്ചു. അത് നമുക്ക് മ്യൂ എന്ന് കിട്ടി. മ്യൂ എന്ന് കിട്ടി. അത് നിങ്ങൾ ജസ്റ്റ് അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂ എന്ന് കിട്ടും. പിന്നെ അതിൻ്റെ നേരത്തെ ഫോർമുല വെച്ച് അതിൻ്റെ വേരിയൻസ് നമ്മൾ ചെയ്തു. വേരിയൻസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയല്ല, നേരത്തെ നമ്മൾ RSX T ആയിരുന്നു കൊടുത്തത്. അതായത് നേരത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പെക്റ്റേഷൻ 0 ആയതുകൊണ്ട് RXS ഓഫ് ടോയും CX ഓഫ് ടോയും സെയിം ആണ്. അതുകൊണ്ട് CX ഓഫ് ടോയ്ക്ക് പകരം RXX ഓഫ് ടോ കൊടുത്തു. അങ്ങനെ നമുക്കിവിടെ CX ഓഫ് ടോ നമ്മൾ ഡയറക്റ്റ് കൊടുത്തു. അത് വെച്ച് നിങ്ങൾ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ വി ഗെറ്റ് ദ റിസൾട്ട് ഈസ് 0. ഇവിടെ നമ്മൾ വരുന്നത് നോക്കൂ, ഇവിടെ വരുന്നത് 1/t ഇൻറ്റു സംതിങ് ഫംഗ്ഷൻ ഫോർ സം ഫംഗ്ഷൻ ഓഫ്
ടോ നോട്ട് എന്ന് വരുന്നത്, അതായത് ഒരു കോൺസ്റ്റൻ്റാണ് വരുന്നത്. അപ്പം 1/t ആസ് t ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ 1/t സംതിങ് ബൈ 1t ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ആ റിസൾട്ട് വെച്ച് 0 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ വേരിയൻസ് ഓഫ് xt ബാർ ഇസിക്കൽ ടു 0 എന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അത് മീൻ എർഗോദിക് ആയിരിക്കും. അതുപോലത്തെ ഒരു തേർഡ് ക്വസ്റ്റ്യൻ, ഇതുപോലെ തന്നെ ഒരു തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ തേർഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അതും എർഗോദിക് എന്ന് കിട്ടും. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങളത് നോക്കിയാൽ മതി.